ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ദേവിമാർ അല്ലേ. എല്ലാ ഭഗവാന്മാരെയും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ദേവിമാർക്കോട് കാര്യം, പ്രത്യേകിച്ചും ദേവിമാരോടൊരു പ്രത്യേക ഇഷ്ടമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലാഗ്രഹിച്ചാലും, അപ്പോൾ ആഗ്രഹ സാഫല്യം എന്തൊരു കാര്യങ്ങളാണെങ്കിലും മനുഷ്യനല്ലേ പല ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ ആ ആഗ്രഹ സാഫല്യത്തിനായിട്ടും അതുപോലെ തന്നെ എന്ത് കാര്യം നമുക്കിപ്പോൾ ഒരു ജോലി ആകട്ടെ, അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കാനാകട്ടെ, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും അതൊക്കെ ഒരു പേഴ്സണലി ഒരു വ്യക്തിയുടെ ആവശ്യകത തന്നെയാണ് അല്ലേ. അതൊരു പിന്നീട് ആ ആവശ്യം പിന്നീട് പറ്റാതെ വരുമ്പോൾ അത് വലിയ ആഗ്രഹമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ നടക്കാതെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ദേവിയുടെ മന്ത്രം നിങ്ങൾ ഒരു 21 ദിവസം ജപിച്ച് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബലം ദേവി നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിരിക്കും. അതായത് ഇത് ഉറപ്പാണ്. ഈ 21 പ്രാവശ്യം ഞാൻ ഈ പറയും പോലെ തന്നെ ജപിക്കുക. ഒക്കുമെങ്കിൽ ആ 21 ദിവസവും നിങ്ങൾ വെജ് മാത്രം കഴിക്കാൻ നോക്കുക. വെജായിട്ടുള്ള ആഹാരം മാത്രം ഒക്കുന്നവർ അങ്ങനെ ചെയ്യുക കഴിവതും. കാര്യം ഇതിൻ്റെ ഫലം ഇരട്ടിക്കും. അതുകൊണ്ടാണ് ആ 21 ദിവസം അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് ഒരു കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വീട് വയ്ക്കാൻ പറ്റാതിരിക്കുന്നവർക്ക്, ജോലി നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ മക്കൾക്ക് നല്ല ജോലി ആയിട്ടില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരാണെങ്കിലും, അതല്ല കുട്ടികൾക്ക് തന്നെയാണെങ്കിലും, ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം എടുക്കാം. ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അത് 21 ദിവസം ഒരു വ്രതം എന്നോണം നിങ്ങളെടുത്ത് ദേവിയുടെ അടുത്ത് ഈ ഒരു മന്ത്രം ജപിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും. മറ്റൊരു ദേവിയെ അല്ല, ഇത് വരാഹി ദേവിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വരാഹി ദേവി നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അമ്മ അത് നടത്തി തരും. പക്ഷേങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള ഒരു കാര്യം പോലും ചിന്തിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യത്തിനും ഈ അമ്മ കൂട്ടു നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ചിലർക്കുണ്ട് മറ്റുള്ളവർ കാര്യം നമുക്ക് ചിലപ്പോൾ ശത്രുത ചെയ്യുന്നവരാവാം, എന്നാലും അവർ നശിക്കാൻ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പൂജ ചെയ്യാനോ ഒന്നുമേ പാടില്ല. അങ്ങനെ മനസ്സിൽ കരുതാൻ പോലും പാടില്ല. മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകണം, എല്ലാവർക്കും നന്മ വരണം എന്ന ഒരൊറ്റ മനസ്സേ നമ്മളിൽ ഉണ്ടാകാവൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി വരികയും അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഏറി വരികയും ചെയ്യും. അതോടൊപ്പം ഈ ഒരു മന്ത്രവും കൂടെ ജപിക്കുക. ഓം വരാഹി ദേവിയെ നമ എന്നൊരു മന്ത്രം, ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക. അത് ഒക്കുന്നവർ ഒരു 108 പ്രാവശ്യം ജപിക്കാൻ നോക്കുക. ഉറപ്പായിട്ടും അമ്മ അതിൻ്റെ ഫലം തന്നിരിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം ഇത് പ്രാർത്ഥിക്കാവുന്നതാണ്. രാവിലെ വിളക്ക് കത്തിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വൈകിട്ട് ജപിച്ചാലും മതി. പക്ഷേ ആ 21 ദിവസം അടുക്ക തന്നെ ജപിക്കാൻ ഒക്കുന്നവർ ചെയ്യുക. അതല്ലെങ്കിൽ അത് 21 ആഴ്ചയാക്കി മാറ്റേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 21 എന്നുള്ളതൊരു കണക്കാണ്. അപ്പോൾ അതല്ലെങ്കിൽ അത് 21 ആഴ്ച അങ്ങനെ സങ്കല്പിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അപ്പം പീരീഡ്സൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ആഴ്ച വിട്ടേക്കുക. അത് നമ്മൾ ഈ എണ്ണത്തിൽ കൂട്ടാതിരുന്നാൽ മതി, അത് പ്രശ്നമില്ല. അത് നമ്മൾ നമ്മളായിട്ട് വരുത്തുന്ന കാര്യമല്ലല്ലോ, നേച്ചറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ എല്ലാവരും ദേവിയെ എങ്ങനെ പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കറകളഞ്ഞ മനസ്സായിരിക്കണം. അതായത് ഒരു അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മറ്റുള്ള അശുദ്ധിയെക്കാളും മെയിനാണ് നമ്മുടെ മനോശുദ്ധി എന്ന് പറയുന്നത്. അപ്പം മനഃശുദ്ധി വരുത്തിയതിന് ശേഷം ശരീരശുദ്ധിയും വരുത്തി വിളക്ക് കത്തിച്ച് ദേവിയുടെ മുന്നിലിരുന്ന് അമ്മയെ മനസ്സിൽ കൊണ്ടുവരണം. വരാഹി അമ്മയെ മനസ്സിൽ കൊണ്ടുവന്ന് ഓം വരാഹി ദേവിയെ നമ, ഓം വരാഹി ദേവിയെ നമ എന്ന് ഒരു 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കുക. ഉറപ്പായിട്ടും അമ്മ അതിൻ്റെ ബലം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.